ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ തന്നെ ഇല്ലാത്തൊരു പോലെ തന്നെയാണ് കേട്ടോ. ഇനി അഥവാ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിലോ നല്ല രീതിയിൽ കുടുംബം കൊണ്ട് നടക്കാൻ പറ്റാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹപ്രായം ആയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പലതും നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അപ്പം അതുകൊണ്ട് മാനസികമായിട്ട് ആ ഒരു വിവാഹം എന്ന ഒരു ഇതിനോട് എല്ലാവർക്കും അതൃപ്തി അല്ലെങ്കിൽ ഒരു പേടി ഇതൊക്കെ കൂടിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണും കേൾക്കും ചെയ്യുന്നുണ്ട്. പത്രങ്ങളിൽ വാർത്തകളുണ്ട്. ഒരുപാട് പേര് സ്ത്രീധനത്തെ ചൊല്ലിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ നാത്തൂൻ പോര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പീഡനം തന്നെ സഹിക്ക വയ്യാതെ വീട് വിട്ടിറങ്ങി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ പറക്കം മുറ്റാത്ത കുട്ടികളെ ഇട്ടിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുന്നവരുണ്ട്. അല്ലേ? അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കാനായിട്ട് വിവാഹബന്ധം. അപ്പോൾ അതിനൊക്കെ ഭേദം വിവാഹമില്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ് നല്ലതെന്ന് ചിന്തിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ സാമ്പത്തികമാണെങ്കിലും സാമ്പത്തികം ഇല്ലാത്തവരും അതായത് ഏത് ധ്രുവത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ സാമ്പത്തികത്തെ അല്ലെങ്കിൽ ഒന്നിനും പറ്റിയിട്ടല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ യോഗങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ സാമ്പത്തികമില്ലായ്മയും ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലല്ല ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അറിയാനിടയായി അമ്മ ഡോക്ടർ, അച്ഛൻ എൻജിനീയർ, ആകെ ഒരേ ഒരു മകളേ ഉള്ളൂ. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. ആ കുട്ടിയും എൻജിനീയറാണ്, ബിടെക് കഴിഞ്ഞു. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബന്ധം വന്നു. അപ്പോൾ അവർ വിവാഹമൊക്കെ ചെയ്തു കൊടുത്തു. വിവാഹം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല ഈ കുട്ടിക്ക് അവിടെ സഹിച്ച് നിൽക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ. അപ്പോൾ അമ്മ എന്ത് പറയുന്നു അത് മാത്രമാണ് ഈ മകൻ കേൾക്കുള്ളൂ. അപ്പോൾ അമ്മ പറയണതിൽ അപ്പുറം ഒന്നുമില്ല. ഈ പെൺകുട്ടിക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന ഇതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഈ കുട്ടിക്ക് കുട്ടിയുടെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഭർത്താവ് കൂടെ വരില്ല. അഥവാ ഇനി കൊണ്ടുവന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഒറ്റയ്ക്ക് വിടും. അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടി ആരോടും പറയാതെ ഒരു വിധം അതിങ്ങനെ സഹിച്ചു കൊണ്ട് നടന്നു കേട്ടോ. അതിനുശേഷം ഈ കുട്ടിയുടെ അമ്മയ്ക്കൊക്കെ മാറ്റങ്ങളായി. ഒരു ഡോക്ടറാണ് എന്നിട്ട് പോലും അവർക്ക് മാറ്റങ്ങളായി. ഭക്തിയുടെ വഴി കൂടെ നമ്മൾ പോവും. ഈ സമയം പുച്ഛിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കല്ല് കണ്ടിടത്തൊക്കെ പണം കൊണ്ടുപോയിടുക എന്ന് പറയുന്നവരുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു അമ്മയുടെ മാനസിക ദുഃഖം അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്. ആ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ആ മാനസിക ദുഃഖം എന്താണെന്നുള്ളത് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? എന്താ നിങ്ങളുടെ മകൾ ഇവിടെ തന്നെയാണോ, കുറേ നാളായാലോ വന്നിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ അല്ലേ? ചിലപ്പോൾ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് അറിയുന്നവരായിരിക്കും ഭർത്താവിൻ്റെ വീട്ടുകാരും കുടുംബം. അതായത് അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ പോലും അവരുടെ വാക്ചാതുര്യത്തിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷേ അനുഭവത്തിലൂടെ കടന്നു പോയവർക്കും അല്ലെങ്കിൽ അനുഭവിച്ചവർക്കാണ് അതറിയുള്ളൂ അല്ലേ? അപ്പോൾ ഇനിയൊരു വിവാഹം വേണ്ട എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയത് തന്നെ ഒരു ട്രോമയായിട്ട് ആ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ ആകുമ്പോൾ ആ കുട്ടി ആകെ മെൻ്റലിയും അപ്സെറ്റായി പോകും അല്ലേ? അപ്പോൾ വീട്ടിൽ വന്നാൽ പോലും ഒരാളോട് മിണ്ടാനും വീട്ടിൽ ആര് വന്നാലും മുറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങാതിരിക്കാനും ഒക്കെ ആ കുട്ടി ശ്രമിക്കും. കാരണം ചോദ്യങ്ങളെ ഭയന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണല്ലോ വിഷമം, ഒന്നെങ്കിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്. അപ്പോൾ അവർ ചിലവിന് കൊടുക്കുന്ന പോലെയാണ് ചോദിക്കുക. എന്തോ ആവട്ടെ, ആ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതുപോലെ ആ കുട്ടിയുടെയും ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള മക്കളെ ഈ അമ്മമാർ, അതായത് തൻ്റെ മകൻ താൻ പറഞ്ഞതിലപ്പുറം നീങ്ങാൻ പാടില്ല, താൻ പറയുന്ന സ്ഥലത്തേക്കേ പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഇങ്ങനെയുള്ള ഈ സഹോദരനെയോ അല്ലെങ്കിൽ ഈ മകനെയോ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് അല്ലേ? ഇങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗത്തിലേക്ക് കടത്തുന്നതിനൊക്കെ ഭേദം വിവാഹം കഴിക്കാതിരിക്കുക തന്നെയാണ്. എന്തിനാ മറ്റൊരു കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ച് കളയുന്നത്? അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കാൻ കാരണം കേട്ടോ.
പിന്നെ ചിലവരുണ്ട് ഭാര്യ എന്ന് പറയുന്നത് തൻ്റെ ആവശ്യങ്ങൾ മാത്രം നടക്കാനും തനിക്ക് മക്കളെ പ്രസവിച്ച് തരാനും മാത്രമുള്ള ഒരു ഉപകരണമാണ് ഭാര്യ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് വേണ്ട മക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കുക, ഭർത്താവിന് വേണ്ട രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുക, ഇവരുടെ ഡ്രസ്സുകൾ അലക്കി തേക്കുക, അവർ കട്ടിൻ്റെ മുകളിൽ ഇരിക്കാച്ച ഭർത്താവിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സോക്സും ഷൂ അടക്കം ഷൂ ഒക്കെ നമ്മൾ പോളിഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇന്നറും അതുപോലെ ഷർട്ടും പാൻറ്റും എല്ലാം നമ്മൾ അയൺ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവരത് ധരിക്കാൻ അവർ കൈ നീട്ടി നിൽക്കും, നമ്മൾ കയ്യൊക്കെ ഇട്ട് കൊടുത്ത് ബട്ടനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോവുക. അതായത് ഒരു അടിമ, ഭാര്യ എന്ന് പറഞ്ഞ അടിമ. ഇപ്പം നിയമം വന്നിട്ടുണ്ട് അല്ലേ, ഭാര്യയ്ക്കൊപ്പം ഭർത്താവും പണികൾ ചെയ്യണമെന്ന്, വീട്ടു ജോലികൾ ഷെയർ ചെയ്ത് ചെയ്യണം എന്നുള്ളത്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ അവർ പെൺകോന്തനാന്ന് പറയും. പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അത് നമ്മൾ അങ്ങനത്തെ ഒരു ചിട്ടയിലും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലും വളർന്നു വരുമ്പോൾ അങ്ങനെ അത് നമുക്കൊരു പരിഹാസം അല്ലെങ്കിൽ നമുക്കതൊരു നാണക്കേട് തന്നെ ആയിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ. കാരണം അടുക്കള പണികൾ സ്ത്രീകളും പുറം പണികൾ പറമ്പിലെ പണികളൊക്കെ പുരുഷന്മാരും ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ഒരു രീതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണുങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു നാണക്കേട് തന്നെയാണ്. അല്ലെങ്കിൽ ഭാര്യയെ സഹായിച്ചാൽ അവൻ പെൺകോന്തനാന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് മക്കളായിട്ട് അവർ ജീവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പരസ്പരം സഹായിച്ചു കൊണ്ടാണ് പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കഷ്ടമില്ല. പിന്നെ ഒന്നുണ്ട്, തൻ്റെ മകളുടെ ഭർത്താവ് തൻ്റെ മകളേനെ എല്ലാ കാര്യത്തിലും സഹായിക്കും, അടുക്കള പണിയിൽ സഹായിക്കും, അടിച്ചു തുടയ്ക്കാൻ സഹായിക്കും, തുണികൾ കഴുകാൻ സഹായിക്കും എന്നൊക്കെ വീമ്പ് പറയുന്ന, സന്തോഷത്തോടെ മറ്റുള്ളവരോട് വിവരിക്കുന്ന അമ്മമാർ തൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർ പെൺകോന്തനാന്ന് പറയുന്നവരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണ് ഇന്നത്തെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ തന്നെ ഇതെല്ലാം കണ്ടും ചിലപ്പോൾ ഭർത്താവിനെ മാത്രം പണിയെടുപ്പിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, ഇല്ല എന്നല്ല, സമൂഹത്തിൽ നമ്മൾ പലതും കാണണതല്ലേ. അപ്പോൾ അങ്ങനെയും ഉണ്ട്. എന്നാലും എല്ലാം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ചിലവരുണ്ട് വീട്ടിൽ എല്ലാ പണികളും, മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യ എല്ലാ പണികളും ചെയ്യണം, അവളാണ് ഇനി മുതൽ അടുക്കള പണികളും ചുറ്റുവട്ടത്തെ പണികളും എല്ലാം ചെയ്യണം. അങ്ങനെ പറഞ്ഞാലും അതിനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി വീട്ടിലൊരാൾ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ഒരാൾ കല്യാണം ക്ഷണിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങാനോ അതിനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല, പണിയെടുക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. അപ്പോൾ അമ്മായിയമ്മ എന്ത് ചെയ്യും? അമ്മായിയമ്മ ഒരു പണിയും എടുക്കാതെ ഞാൻ എല്ലാം അവളെ ഏൽപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത്, എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ടാണ് ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിപ്പിച്ചതെന്ന രീതിയിലാണ് റെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മകൻ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെ നോക്കാനായിട്ടല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ളൊരു വേലക്കാരിയായിട്ടല്ല മരുമകൾ കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളും ചിന്തിക്കില്ലേ, എൻ്റെ മകൾ അവിടുത്തെ വേലക്കാരി ആവാനല്ല അല്ലെങ്കിൽ അവിടെ അച്ഛനും അമ്മേനെയും നോക്കാനല്ല പോണത്. അച്ഛനും അമ്മേനെയും നോക്കണ്ട എന്നല്ല പറയുന്നത്. എന്നാലും അതുകൊണ്ട് നീ ജോലിക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ തന്നെ ഇരിക്കണം എന്ന രീതിയിൽ പറയുമ്പോൾ അത് ശരിയല്ല അല്ലേ. നമ്മുടെ മകൾക്കൊരു നിയമം, നമ്മുടെ മരുമകൾക്ക് വേറൊരു നിയമം, അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഭർത്താവ് ചിലപ്പോൾ നമ്മളെ പ്രസവിക്കാനും അതുപോലെ വീട്ടിലെ പണികൾ നോക്കാനും തൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ട് ഭാര്യയെ കാണുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ജീവിച്ചു പോകാനായിട്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ മക്കൾ ചിന്തിക്കും, അച്ഛനോട് എതിരിട്ട് നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ചിലപ്പോൾ ചെയ്തു തന്നില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അനുകൂലമായിട്ട് മക്കളും പറയില്ല അല്ലെങ്കിൽ പെരുമാറില്ല. അങ്ങനെയുള്ള മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ സുഖം മാത്രം നോക്കിയിട്ട് അമ്മ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല അല്ലെങ്കിൽ അമ്മ എത്ര ദുരിതം അനുഭവിച്ചാലും വേണ്ടില്ല അച്ഛനോട് എതിർത്ത് പറയാതെ അച്ഛൻ പറയുന്നതെല്ലാം യെസ് മൂളിയിട്ട് ഇരുന്ന് അല്ലെങ്കിൽ അതെല്ലാം കണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് കഴിച്ചു കൂട്ടുന്ന മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മക്കളും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്, അമ്മായിയമ്മമാരും ഉണ്ട്, നാത്തൂന്മാരും ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ അമ്മ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇതെല്ലാം സഹിക്കേണ്ടതായിട്ട് വരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ആരുടെ അടുത്തുനിന്നും ഒരു അനുകൂല അല്ലെങ്കിൽ ഒരു നല്ലൊരു വാക്കോ ഒരു സാന്ത്വനോ ഒന്നും ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന കാഴ്ചകളായതുകൊണ്ടായിരിക്കാം ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോട് എതിര് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം വെറുതെ കളയണ്ടല്ലോ, സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പോവും, സമാധാനം പോവും, ദുരിതം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ആത്മഹത്യം ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, നമ്മളാരും ചിന്തിക്കുന്ന പോലെയല്ല ഇപ്പോൾ ഓരോന്നും നടക്കുന്നത്.
നടക്കുന്നത്. ആർക്കും ആരോടും ആത്മാർത്ഥത ഇല്ല. മക്കൾക്ക് അമ്മമാരോടും അച്ഛന്മാരോടും ഉണ്ടോ? അപ്പോൾ അമ്മമാർക്കും മക്കളോടും ഭർത്താവിനോടും ഉണ്ടോ? അതുപോലെ തന്നെ അച്ഛനും മക്കളോടും ഭാര്യയോടും ഉണ്ടോ? അങ്ങനെയൊക്കെ ആത്മാർത്ഥത ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ജോ.